അപ്പോൾ നമ്മുടെ 100 ദിവസത്തെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമാണിത്. മൂന്നാമത്തെ ദിവസം സ്റ്റാർട്ടായി. അപ്പോൾ ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. ഞാൻ അപ്പോൾ ഇന്ന് ഇതുമൂന്ന് മദ്രസ വർക്കാണ്. രാവിലെ മുതലുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് ഇൻട്രോ ആയിട്ട് വരാമെന്ന് കരുതി. പിന്നെ നമ്മൾ ഇന്നലെ മാത്രം രാവിലെ ഇന്നലത്തെ വീഡിയോ എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കഴിച്ചത് മാത്രമായിട്ട് ചെറിയൊരു വാട്ട് ഈറ്റിനിടെ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് വേണം നമുക്കത് എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും അപ്ലോഡ് ആക്കാനും ഒക്കെ. അപ്പോൾ അതിനായിട്ട് വേഗം എനിക്ക് ടെൻഷൻ ഞാൻ അധികം സമയമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇന്നലെ ചെറുതായിട്ട് വൈകുന്നേരം ഞാൻ എല്ലാം കൂടെ കുറേ എണ്ണക്കടി വാങ്ങിയപ്പോൾ ചെറിയ പീസ് പഴംപൊരി മാത്രമായിട്ടാണ് കഴിച്ചത്. അപ്പോൾ പിന്നെ അല്ലാതെ കൂടുതലൊന്നും കഴിച്ചിട്ടില്ല. രാവിലെയും ഉച്ചക്കൊക്കെ നല്ല സ്ട്രിക്റ്റ് തന്നെയായിരുന്നു. രാവിലെ ഞാൻ ചെന്നപ്പോൾ ഉമ്മ നല്ല അടിപൊളി മമ്പയറൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം. എന്താ പറയുക, നല്ല വിശന്ന് ചെല്ലല്ലേ. അവിടെ ഈ രാവിലെ ഒന്നും കഴിക്കാതെ ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. വെള്ളം മാത്രം കുടിച്ച് പോയി. അവിടെ എത്തിയപ്പം അടിപൊളിയായിട്ട് തന്നെ മമ്പയർ ഉപ്പിട്ട് വെച്ചതും മുട്ടയും. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി. പിന്നെ അപ്പോൾ വയറ് നല്ല നിറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് നിറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചക്കൊന്നും വേണ്ടെന്ന് വിചാരിച്ചങ്ങനെ നിന്നു. പിന്നെ പോരാൻ നേരം 4:05 ഞാൻ അവിടുന്ന് പോരുന്നത്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ കഴിക്കോളം നല്ല വിശപ്പൊന്നും രാവിലെ അപ്പോൾ കഴിച്ചതില്ല. അപ്പോൾ നല്ല വിശപ്പായതുകൊണ്ട് ഇച്ചിരിയും കൂടി മമ്പയർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും അപ്പോഴത്തെ ഇതിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എന്നാലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആകെ എന്നാലും ചെറുതായിട്ടൊരു പിഴവ് എന്താണെന്ന് വെച്ചാൽ പഴംപൊരിയുടെ നമ്മൾ കഴിക്കില്ല എന്ന് പറഞ്ഞ സാധനമാണ്. അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. പക്ഷേ ഞാനത് ഇന്ന് മുതൽ ആ തെറ്റ് തിരുത്തും. എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം നമ്മൾ അധികം സ്ട്രിക്റ്റ് ആയിട്ടല്ല 100 ദിവസത്തെ ആയതുകൊണ്ട് തന്നെ 100 ദിവസം സമയമുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ഒരു മാസത്തെ അല്ലെങ്കിൽ 15 ദിവസത്തൊക്കെ ഡയറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ലോണം സ്ട്രിക്റ്റ് ആക്കി ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഫുഡ് ഒരു പട്ടിണി കിടന്ന് അങ്ങനെയൊന്നല്ല. എന്നാലും ചെറുതായിട്ട് നമ്മൾ വിശപ്പ് സഹിക്കേണ്ടി വരും. നമ്മൾ സാധാ കഴിക്കുന്നത് നല്ലോണം കഴിച്ചിട്ടാണല്ലോ വണ്ണം വെക്കണത്. ഇന്നത്തെ വെയിറ്റൊക്കെ കണ്ട് ഇന്നത്തെ വിശേഷങ്ങളും ഇന്ന് എന്തൊക്കെ കഴിച്ചു എന്നൊക്കെയുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരും. അങ്ങനെ ഞാൻ രാവിലെ തന്നെ, അതായത് എഴുന്നേറ്റ് പാടെ തന്നെ ഞാൻ വേഗം വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റ് നോക്കി നീനുട്ടി ഇതും ഒക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. വെയിറ്റ് നോക്കിയപ്പോൾ എനിക്ക് ഇന്നലെ പഴംപൊരി കഴിച്ചതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കയറി നിൽക്കാൻ. അപ്പോൾ കയറ ഇറങ്ങുക അങ്ങനെ ചെയ്തിട്ട് പെട്ടെന്ന് വെയിറ്റ് കറക്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ശരിക്കും ഇങ്ങോട്ട് നിന്നു. അങ്ങനെ നമ്മുടെ വെയിറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമാധാനം ഉണ്ട്. ഇന്നലെ പഴംപൊരി തിന്നെങ്കിലും നമുക്ക് 96.6 എത്തിയിട്ടുണ്ട്. ഇന്നലെ 97.3 ആയിരുന്നു. അപ്പോൾ ഏകദേശം 1 കിലോൻ്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ട്. 1 കിലോ അല്ലെ ഒരു 700 ഗ്രാം അല്ലേ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇന്നലെ അത് പഴംപൊരി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലേറെ കുറയുമായിരുന്നു എന്നൊക്കെ തോന്നി കേട്ടോ. എന്നാലും വേണ്ടില്ല, കുറച്ചൊരു ഇത് നമ്മൾ നോമ്പിൽ 95 ആയിട്ടുണ്ട്. അത് ഞാൻ മറന്നിട്ടില്ല കേട്ടോ. എന്നാലും നമ്മൾ 97 നിന്ന് 97.4 നമ്മൾ ഒന്നാമത്തെ ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ വാട്ടർ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യത്തെ ഒരാഴ്ച എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് കുറയുന്ന വെയിറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പിന്നെ വെയിറ്റ് നോക്കിയ ശേഷമാണ് ഞാൻ ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റാറുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പാൻറ്റ് കുറച്ച് കട്ടിയുള്ള ട്രാക്ക് സൂട്ട് പോലെയുള്ള പാൻറ്റാണ് ഇടാറ്. അപ്പോൾ അതിട്ട് വെയിറ്റ് നോക്കുമ്പോൾ നല്ല വെയിറ്റ് കൂടുതൽ തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ രാത്രി ഇട്ട നൈറ്റ് ഇട്ട് തന്നെ അങ്ങനെയാണ് വെയിറ്റ് നോക്കുന്നത്. അങ്ങനെ നമ്മൾ കിച്ചണിലെത്തി. ഇതുമോൻ ഇന്ന് മദ്രസ തുറക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഈ ഒരു അവസ്ഥയിലാണ് എൻ്റെ ഇതുമ്മ ഒരു കുഞ്ഞിപ്പാത്തമായിട്ടുണ്ട് കണ്ടോ. 7 മണിക്ക് 10 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ അവൾ പോകാൻ നിൽക്കണം. പോയിട്ട് കിച്ചണിൽ കയറാമെന്ന് കരുതി. പിന്നെ മദ്രസയിലെ ഫസ്റ്റ് ക്ലാസ് കുറച്ച് പെട്ടെന്ന് തീരുമായിരിക്കും. രാവിലെ എഴുന്നേറ്റ് പോകാനൊക്കെ ഭയങ്കര മടിയിട്ടു. ഇനിയിപ്പോൾ അതൊന്ന് ശീലമാവണമല്ലോ. ഇതുവരെ നമ്മൾ നോമ്പിന് മുന്നേ മദ്രസ പൂട്ടിയതാണ്. അപ്പോൾ നോമ്പൊക്കെ ഫുള്ളും ഉറങ്ങി തീർത്ത് പിന്നെ ഇപ്പോഴായിട്ട് ഒരാഴ്ചയോളം രാവിലെ എഴുന്നേൽക്കൽ തന്നെ 11 മണി 12 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ രാത്രി ഉറങ്ങാനും ലേറ്റ് ആവും. അവൾ ഫോണും കണ്ടങ്ങനെ നിൽക്കുമല്ലോ. അങ്ങനെ ഇപ്പോൾ മദ്രസയ്ക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിൽ പോവാം. ഇന്ന് ഞാനൊരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത്. കാരണം ഇന്നലത്തെ കുറച്ച് ദോശമാവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പാടാതെ കിച്ചണിൽ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മിനിയാന്ന് ഞാൻ ചാക്കരി പിടിച്ചിട്ടുള്ള അരച്ചുട്ടത്തിരി ഉണ്ടല്ലോ, തേങ്ങയും നല്ല ജീരകമൊക്കെ ഇട്ടിട്ടുള്ള അതും ഉണ്ടായിരുന്നു. അതിൻ്റെ മാവും ഫ്രിഡ്ജിൽ ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഉണ്ട്. അപ്പോൾ അത് രണ്ടും അങ്ങോട്ട് തീർക്കാം. ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കണ്ടല്ലോ എന്ന് കരുതി ഇന്ന് രണ്ടും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ
ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കണം. ഉള്ളി തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ എല്ലാം സെറ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം കറി ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങ് തോലൊക്കെ തൊളിച്ച് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നീനുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിച്ച് പോകാറുണ്ട് ഭയങ്കര മടി. കാരണം അവൾ ഒക്കെ വീട്ടിലിരുന്നിട്ട് പിന്നെ ഒക്കെ ഒരു 10 മണിക്ക് ശേഷമാണല്ലോ ഫുഡ് കഴിക്കാറുള്ളത്. നോമ്പിൻ്റെ മുന്നായിട്ട് തന്നെ നീനുൻ്റെ ക്ലാസ്സൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ് ഡിഗ്രീൻ്റെ ക്ലാസ് മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ, വീട്ടിൽ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ലേറ്റായി കിടക്കും, എല്ലാവരും ലേറ്റായിട്ട് എണീക്കും. അങ്ങനെയൊക്കെ ആയി നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ രാവിലെ കഴിക്കുക എന്നുള്ള പരിപാടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൾക്കും എനിക്കൂട്ടോ. എനിക്കും രാവിലെ ഫുഡ് അങ്ങനെ ഒരു 10 മണിക്ക് ശേഷമൊക്കെ ഫുഡിന് ആവശ്യമുള്ളൂ. നേരത്തെ നമ്മളുണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് പാടെ ഒരു ചായ കുടിക്കുക അങ്ങനെയൊന്നുമില്ല. എനിക്കിങ്ങനെ ഒരു 10 മണി വരെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നടക്കും കേട്ടോ. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഒരു വൈകുന്നേരമാണ് എനിക്ക് വിശപ്പൊക്കെ വരല്ലോ, ഒരു 4 മണിക്ക് ശേഷം. അപ്പോൾ രാത്രിയൊക്കെ ഞാൻ നല്ലോണം ഇങ്ങനെ കഴിക്കും. അതായത് പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കും, ഫ്രൂട്ട്സ് കഴിക്കും അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ 6 മണിക്ക് നിർത്തുക എന്നുള്ള ഒരു സംഭവം ഉണ്ടാക്കിയത്. ഞാൻ അധികം ഫുഡ് കഴിക്കാൻ എൻ്റെ കൈ പോവൽ ഈ ഒരു 4 മണിക്ക് ശേഷം ആയതുകൊണ്ട് കേട്ടോ. അങ്ങ് ഇപ്പോൾ നമ്മുടെ ഞാൻ ടൈം എന്ന് പറയുന്നത് 10 മണി മുതൽ 6 മണി വരെയുള്ള ആ ഒരു സമയത്താണ് ഫുഡ് കഴിക്കൽ. അപ്പോൾ അത് ഇൻ്റർമിറ്റൻ്റ് ആണ്. അങ്ങനെയാണ്. അങ്ങനെ ഞാനൊരു പ്ലാൻ ചെയ്തിട്ട് ഇൻ്റർമിറ്റൻ്റ് ചെയ്യല്ല. പിന്നെ എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. രാവിലെ പിന്നെ എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അതല്ല, രാവിലെ എണീറ്റ് പാടെ ചായ കുടിക്കണം, ആവശ്യമുള്ളവർക്ക് കഴിക്കാം. നമ്മളങ്ങനെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ച് ഫുഡിൻ്റെ അളവ് കുറക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ സാധാ കഴിക്കുന്ന ഫുഡിന് അളവ് കുറക്കുക, പിന്നെ മധുരം കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെയാണ് എൻ്റേതായിട്ടുള്ളൊരു പ്ലാൻ കേട്ടോ. വെറുതെ കുറേ എന്താ പറയുക സ്ട്രിക്റ്റായിട്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഇത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. ഇന്നലെ തന്നെ ചെറുതായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയുള്ള തെറ്റുകളൊന്നും പറ്റാത്ത രീതിയിൽ തന്നെ ഡയറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി ആദ്യം എടുത്ത് ഞാൻ വാട്ടി, ഇവിടെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം കൂടെ ഇട്ട് കുക്കറിൽ വേവിച്ചാലൊന്നും ഇവിടെ ആരും കഴിക്കൂല കേട്ടോ. എല്ലാം ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ ഉള്ളി വാട്ടി, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് അതിലേക്ക് തക്കാളിയും ഉരുളക്കിഴങ്ങും കൂടി ഇട്ട്, പിന്നെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നല്ല തിളച്ച വെള്ളം പാർന്ന് എന്താ പറയുക കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടും, ഇല്ല മല്ലിച്ചപ്പ് പുതിന ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 1-2 വിസിൽ വെക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉള്ള പോലത്തെ ചിക്കൻ കറിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും, പക്ഷേ നമ്മൾ സാധാ അങ്ങനെ കട്ട് ചെയ്തിട്ടിടുന്ന കറിയിലേക്കാൾ കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം ആ രീതിയിൽ വെച്ചാൽ ഇവിടെ എല്ലാവരും കഴിക്കൊള്ളും. പിന്നെ എന്താകുമ്പോൾ ഇനി അടുത്തത് നമ്മൾ ഗീ റൈസാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നീനുട്ടിക്ക് കൊണ്ടുപോകാനായിട്ട് രാവിലത്തെ ഫുഡ് മതിയെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് നെയ്ച്ചോറ് കൊണ്ടുപോകണമാണ് അവൾക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് പിന്നെ ഞാൻ റിസ്ക് എടുത്തില്ല. കാരണം ദോശയൊക്കെ ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, നല്ല ഉറപ്പ് വരുമോ, സോഫ്റ്റ് ഉണ്ടാവുമോ, കഴിക്കാൻ പറ്റുമോ അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കരുതി നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതി വേഗം എന്താ പറയുക ഇതൊക്കെ ഇട്ട് ഈ ക്യാരറ്റ് ഉള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അരിയിട്ട് അതവിടെ വെക്കുന്നുണ്ട്. നമ്മുടെ ദോശ ചുട്ടിട്ടില്ല, അരട്ടത്തിലൊന്നും ചുട്ടിട്ടില്ല കേട്ടോ. ആദ്യം തന്നെ കറി റെഡിയാക്കി പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചക്കും കൂടിയുള്ള ചോറിനെ വെക്കുന്നുണ്ട് കേട്ടോ. റൈസ് ഞാൻ ഇട്ടിട്ടുണ്ട്, നെയ്ച്ചോറ് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് വേറെ ഉണ്ടാക്കണ്ടല്ലോ. ഉച്ചക്ക് ആ ഉരുളക്കിഴങ്ങ് കറി തന്നെ മതി. പിന്നെ കുറച്ച് മീനുണ്ട്, അതൊക്കെ മതി. ഞങ്ങൾ 2-3 പേരുണ്ട്. ഞാൻ പിന്നെ ചോറൊന്നും കഴിക്കാത്തതുകൊണ്ട് നമുക്കത് തന്നെ മതിയല്ലോ എന്ന് കരുതി ചോറ് കഴിക്കാൻ താല്പര്യമുള്ളവർ കഴിക്കാട്ടോ. ഇച്ചിരി നമ്മൾ അളവ് നന്നായിട്ട് കുറക്കുക, കൂടുതൽ വെജിറ്റബിൾസ് എടുക്കുക, അങ്ങനെ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് ഏകദേശം 100 ദിവസം ഉണ്ടല്ലോ, അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി സ്ട്രിക്റ്റ് ആക്കാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഫുഡൊക്കെ നന്നായിട്ട് കുറച്ച് അളവ് നല്ല രീതിയിൽ കുറച്ചാൽ നമുക്ക് കുറച്ച് ഇങ്ങനെ കൊണ്ടുവരാം. കുറേശ്ശെ പെട്ടെന്ന് എല്ലാം കൂടെ കുറച്ച് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരണ്ടല്ലോ. അപ്പോൾ അളവ് നല്ല രീതിയിൽ തന്നെ കുറച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ആദ്യം മുതലേ കാണുന്നവർക്കൊക്കെ അറിയാം എനിക്ക് റൈസിനോടോ അങ്ങനെയുള്ള സംഭവം വലിയ താല്പര്യമില്ല. എനിക്ക് ബേക്കറി ഐറ്റംസാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചോറ് ഒഴിവാക്കുക എന്നുള്ളത് എനിക്ക് വലിയ ടഫുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു ചായക്ക് എന്തെങ്കിലും സ്നാക്സ്, അതൊക്കെയാണ് എൻ്റെ ഒരു പ്രശ്നം. അതും കൂടി നമുക്കൊന്ന് സോൾവ് ആക്കി എടുക്കണം. അങ്ങനെ ഇന്ന് നീനുട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ
പൊട്ടറ്റോ വറുക്കാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ചിക്കനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്നലെ മിനിയാന്നൊക്കെ ചിക്കനായിരുന്നു കൊണ്ടുപോയത്. മിനിയാന്നോ തിങ്കളാഴ്ച മുതൽ അങ്ങോട്ട് ചിക്കൻ വറുത്തുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് ചിക്കൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുത്തു. അങ്ങനെ അത് മാറ്റി വേറെ നമുക്ക് ദോശയൊക്കെ ചുടാനുള്ള ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നീനും ഇങ്ങനെ മുടി മുടഞ്ഞിടാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ആദ്യം ചെറുപ്പം മുതലൊരു +2 വരെ ഞാൻ തന്നെയാണ് ഇവൾക്ക് മുടി വാർന്നു കൊടുത്ത്. അതന്നെയാണ് ഞാൻ ഇപ്പോൾ പറയണത് കേട്ടോ. ഇനിയും ഞാൻ തന്നെ വാർന്നു തരണോ. അതിൻ്റെ ഇടയിൽ ഏവിയേഷൻ കോഴ്സിനൊക്കെ പോയ സമയത്ത് അവിടുത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് വേറൊരു ബാക്കിൽ ഇങ്ങനെ പിടിച്ച് കെട്ടി ബണ്ണൊക്കെ കെട്ടി വലിയ വേറൊരു മോഡലാണല്ലോ. അതുകൊണ്ട് പിന്നെ ആ ഒരു പണി എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാനും അവളിങ്ങനെ മുടി അഴിച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ ഞാൻ പറയാനുണ്ട് ഇങ്ങനെ അഴിച്ചിട്ട് പോവേണ്ട, കാറ്റും മഴയൊക്കെ അല്ലേ, അങ്ങനെ ഒരു വൈകുന്നേരം ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ മുടി അഴിച്ചിടണ്ട, അങ്ങനെ മുടഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മുടി പെട്ടെന്ന് കൊയ്യൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് മുടഞ്ഞിടാറാണ്. അപ്പോൾ എനിക്ക് പണി കിട്ടി, ഞാൻ തന്നെ മുടഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ അവളവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ചട്ടിയിൽ ദോശയൊക്കെ ചുടുന്നതിന് മുന്നേ ഞാൻ മുട്ട പൊരിച്ചെടുക്കുകയാണ്. ഉച്ചയ്ക്ക് അവൾക്കൊരു മുട്ടയും പൊരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അവിടുന്ന് ആകുമ്പോൾ എങ്ങനെ കഴിച്ചോളും. ചിലപ്പോൾ എന്നോട് പറയും ഞാൻ വൈകുന്നേരം വന്നിട്ട് കഴിച്ചോളാം അമ്മച്ചി, എന്നെ ഉച്ചക്കൊക്കെ ചിക്കനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മുട്ട വേണ്ട എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ 1-2 ദിവസം ഞാൻ അങ്ങനെ മുട്ട പൊരിച്ച് കൊടുക്കാതെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം വന്നിട്ട് മുട്ട കൊടുക്കാമെന്നൊക്കെ കരുതി. കാരണം ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് വരില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ചോറ് കഞ്ഞി എന്നല്ലാതെ എന്തെങ്കിലുമൊക്കെ നല്ലത് കഴിക്കേണ്ടി കരുതി. പിന്നെ ബദാമും ഈത്തപ്പഴം വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ഇടനേരം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ പൊതിഞ്ഞ് കൊടുക്കാമെന്നൊക്കെ കരുതും. പക്ഷേ ആ നേരം നമ്മളൊരു ഇന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകില്ല. ഇതുവരെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര മടിയാണ് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള സംഭവം കഴിക്കുക എന്ന് പറയുന്നത് നീനൊരു ഭയങ്കര മടിയാണ് നോക്കുക. അല്ലേ ലേസോ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക വല്ല മാഗിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവൾ എങ്ങനെ വേണമെങ്കിലും കഴിച്ചോളൂ. ഇങ്ങനെയുള്ള ഈത്തപ്പഴം ബദാം പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് നീനുട്ടിക്ക് പൊതുവേ. ഇതുമൊക്കെ പിന്നെ അങ്ങനത്തെ പ്രശ്നമല്ല കേട്ടോ, അവൾക്ക് എന്ത് കൊടുത്താലും കഴിച്ചോളും. മുട്ടായും ചോക്ലേറ്റൊക്കെ കൂടുതൽ കഴിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ കൊടുക്കണം നല്ല ഫുഡൊക്കെ അവൾ കഴിക്കും. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തു, മുട്ട വൈകുന്നേരം വന്നിട്ട് കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് എന്തായാലും ഒരു മുട്ട കുരുമുളക് പൊടി പിന്നെ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് പൊരിച്ച് കൊടുക്കും കേട്ടോ. അവിടുന്ന് ആകുമ്പോൾ എന്തായാലും കഴിക്കും. ചോറിൻ്റെ ഒപ്പം കൊണ്ടുപോകണമല്ലേ, അപ്പോൾ അത് കഴിച്ചോളൂ. ഒരു മുട്ടെങ്കിലും ഒരു ദിവസം കൊടുക്കണ്ടേ. അങ്ങനെ അതൊക്കെ റെഡി ആക്കി ഇതാ ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി ആളെ ബാഗിൽ വെക്കുന്നുണ്ട്. ബാഗിൽ വന്ന് നോക്കിയപ്പോൾ എന്തൊക്കെയോ കുന്ത്രാണ്ടുണ്ട്. ഇന്നലെ ഞാൻ മഞ്ചേരി പോയപ്പോൾ കപ്പ് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ നീലുവിന്. അതിൽ നിന്ന് ഒരു കപ്പ് കേക്ക് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. 11 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് വിശക്കുമ്പോൾ തിന്നുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ തോലൊക്കെ അതിൽ തന്നെ ഉണ്ട് കേട്ടോ. അവിടെ പിന്നെ മാറ്റിയിട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അവൾ ഇന്നിങ്ങനെ ഉന്തി തള്ളിയിടാണ് കാണുന്നത്. ബാഗൊക്കെ ഒന്ന് ഇടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യണം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ പറയും ഇടയ്ക്ക് ഇനിയിപ്പോൾ ജോലി കിട്ടിയൊക്കെ പോയാൽ എന്താ ചെയ്യുക പറയും. അപ്പൊക്കെ ഞാൻ ശരിയാവും. ഇവിടെ അമ്മച്ചി ഉണ്ടാകുമ്പോൾ ഞാൻ ഒന്നും എന്തിനാണ് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സോപ്പിടുന്നുണ്ട് കേട്ടോ. എന്നെ സോപ്പിടാൻ അവൾ ഭയങ്കര മിടിക്കുകയാണ്. ഡ്രസ്സൊക്കെ രാത്രി ഞാൻ തന്നെ അയൺ ചെയ്ത് വെക്കുമ്പോൾ അമ്മച്ചി ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഞാൻ ഇടങ്ങാറാണെന്നും പറഞ്ഞിട്ട്. പിന്നെ പാവല്ലേ അതൊക്കെ അവിടുന്ന് ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അധികം ജോലിയൊന്നും ഞാൻ പറഞ്ഞില്ലേ, അവിടെ സുഖമാണ്. പിന്നെ ഞാൻ ഇന്നലെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഓഫീസിലേക്ക്. നല്ല അവൾക്കായിട്ട് ചെറിയൊരു ക്യാബിനും കുഞ്ഞേര് ഓൾക്കായിട്ട് ഒരു മാഷീൻ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ഓഫീസിലൊക്കെ ഇരിക്കും. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തപ്പം അത് ഇടണ്ടെന്നും പറഞ്ഞ് വേറെ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് കാണിക്കാഞ്ഞത് കേട്ടോ. എനിക്ക് അവിടെ പോയി വന്നപ്പോൾ ഒരു സമാധാനമായി. കാരണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല അവൾക്കായിട്ടൊരു കുഞ്ഞു ക്യാബിനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു സമാധാനമായി. അപ്പോൾ അതാ നമ്മൾ ബാക്കി അരച്ചുട്ടത്തിരി അവിടെ ചുടുന്നുണ്ട്. ഞാൻ അവൾക്കൊരു ദോശ ചുട്ടുകൊടുത്തു. അതിനുശേഷം ഞാൻ അരച്ചുട്ടത്തിരി അവിടെ ചുടുന്നുണ്ട്. 2 എണ്ണം ചുടാനുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ ചട്ടിയിലിട്ടാണ് ഞാൻ നീനുട്ടിനെ പറഞ്ഞു വെച്ചിട്ടോ. പോകുന്നതിന് മുന്നേ അവൾ കുറച്ച് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് റീൽസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്നോട് അയച്ചു തരാൻ പറഞ്ഞ് ഇങ്ങനെ പോവാണ് കാണുന്നത്. അവൾ പോയി. പിന്നെ ഞാൻ ഈ കിച്ചണിലേക്ക് എത്തിയില്ല. നീനുട്ടി ബസ് കയറുമ്പോൾ ആ സമയത്ത് വിളിക്കൂട്ടോ. ബസ് കയറി 8:45 ബസ്സിനാണ് അവൾ കയറുക. അപ്പോൾ കയറിയ പാടെ എനിക്ക് വിളിക്കും, ഞാൻ ബസ് കിട്ടിയിട്ടോ സീറ്റ് കിട്ടിയോ എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ സീറ്റ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ആ നേരം വിളിച്ചില്ലെങ്കിൽ ഒരു വിഷമം. പിന്നെ അവിടെ എത്തിയിട്ടും ഓളെ ഓഫീസിലെത്തിയിട്ടും എനിക്ക് വിളിക്കുക, എന്നാലേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് നീണ്ടിട്ട് ഫോൺ കോളും വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും ഇതും വന്നിട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വിട്ടിട്ടുണ്ട്. അവൾ വീട്ടിലെത്തി. അപ്പോൾ വന്നവിടെ ഫുഡൊക്കെ കഴിച്ചതാണ്. അവിടെ ഒരു സംഘം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് രാവിലെ സൈക്കിളിൽ ഇങ്ങനെ കിടന്ന് പിന്നെ വെയിലാവണത് വരെ ഞാൻ 11 മണി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല, ഭയങ്കര ചൂടും വെയിലല്ലേ. അപ്പോൾ അവൾ അതുവരെ അതാ സൈക്കിൾ കണ്ടോ, ആ സൈക്കിളായിട്ട് കറങ്ങി നടക്കും. പിന്നെ ഇതുപോലെ 3-4 ഫ്രണ്ട്സും കൊണ്ട് വരും കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ
കണ്ണിന് മുന്നിൽ തന്നെ നിന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ഒന്നും പറയാറില്ല. അവിടെ തന്നെ കളിച്ചോട്ടെ എന്ന് കരുതി. പോയി കഴിഞ്ഞ് നമുക്കൊന്ന് ക്ലീൻ ചെയ്താൽ മതിയല്ലോ. ഇല്ലെങ്കിൽ പിന്നെ അവരുടെ വീട്ടിലേക്കൊക്കെ പോയാൽ നമുക്ക് നമുക്ക് വീട്ടിൽ നിൽക്കാൻ സമാധാനം ഉണ്ടാവില്ല. എവിടെയാണെന്ന് അറിയില്ലല്ലോ, ഒരു ടെൻഷനാണ്. ഇടയ്ക്കൊന്ന് വന്ന് പോകണമെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഫ്രണ്ട്സുകളായിട്ട് ഇവിടെ വന്ന് കളിക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനം. നമ്മളെ കണ്ണു മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ കളിച്ചോട്ടെ എന്ന് കരുതും. അങ്ങനെ ഞാൻ അവൾ കളിക്കുന്ന സമയത്ത് നീൻ്റെ ഒരു 10 മണി 10-10:30 ആയപ്പോഴാണ് ഞാൻ ചായ കുടിച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇന്നലത്തെ പഴംപൊരിയുടെ ഒരു കുറ്റബോധം എൻ്റെ നിന്ന് പോവാത്തത് കൊണ്ട് ഞാൻ ഇന്ന് രാവിലെ വലിയതായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ 2 ഈത്തപ്പഴം 5 ബദാമുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അധികം നമ്മൾ കീറ്റോ ഡയറ്റൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് ബദാമൊന്നും ഒരുപാട് കഴിക്കാൻ പറ്റില്ല, നമ്മളെല്ലാ തരം ഫുഡും കഴിക്കണതുകൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. 5 ബദാം എടുത്തു, 2 ഈത്തപ്പഴമാണ് എടുത്തത്. അപ്പോഴേക്കും ഇതും വന്നിട്ട് ഞാൻ സൈക്കിൾ ഓട്ടാൻ പോട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇനി പോവണ്ട, ഇനി ഇവിടെ നിൽക്കും, എനിക്ക് കുറച്ച് പണി ഉണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. കാരണം അവളുടെ ഒരു റൂമുണ്ട്, ഞാൻ ഈ ഡൈനിങ് ടേബിളിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു റൂമുണ്ട്. അത് പണ്ട് ബാത്റൂം ആയിരുന്നു കേട്ടോ. ഞാൻ കല്യാണം കഴിച്ച് വരുന്ന സമയത്തൊക്കെ ഈ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന അടുക്കളല്ലേ, ആ കിച്ചൺ ഉണ്ടായിരുന്നില്ല, അവിടെ മുറ്റായിരുന്നു. ഇതുവരെ നമ്മളിപ്പോൾ ഈ ഡൈനിങ് ടേബിൾ ഇട്ട ഈ ഒരു റൂം വരെ ഉള്ളേന്നു അടുക്കളയായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പുറത്തായിട്ട് ഒരു ബാത്റൂം ഉണ്ടായിരുന്നു, കുഞ്ഞ് ബാത്റൂം. ആ ബാത്റൂം ഇപ്പോൾ ഒഴിവാക്കി പുറത്തേക്ക് വേറെ ബാത്റൂം എടുത്തപ്പോൾ അതൊരു കുഞ്ഞ് റൂമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഒന്നിനും പറ്റില്ല, നമുക്കിപ്പോൾ നിസ്കരിക്കാനോ കാര്യത്തിനൊന്നും പറ്റില്ലല്ലോ. പണ്ടത്തെ ബാത്റൂമല്ലേ, നമുക്ക് അങ്ങനെ ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ ഞാനിത് ഇവിടെ ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടിടും. പിന്നെ നീനുട്ടിൻ്റെ ബുക്ക് കാര്യങ്ങൾ, ഇതുമ്മൂൻ്റെ ബുക്കും, പിന്നെ പഴയ നമ്മൾ വീട്ടിൽ നിന്ന് ഇടുന്ന എല്ലാവരും ഡ്രസ്സുകളൊക്കെ, അങ്ങനെ പെട്ടെന്നിടുന്ന ഡ്രസ്സുകളൊക്കെ അല്ലേ, അതൊക്കെ അങ്ങനെ അവിടെ മടക്കി അങ്ങനെ വെക്കും. അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതും ഇപ്പോൾ ആ റൂം എടുത്തിട്ടുണ്ട്. പണ്ട് ബെഡ്റൂമിലായിരുന്നു കേട്ടോ അവൾ പഠിക്കലും അവളുടെ കളിയൊക്കെ ബെഡ്റൂമിലായിരുന്നു, നമ്മൾ കിടക്കുന്ന ബെഡ്റൂം പിന്നെ അവൾ അലങ്കോലാക്കി. കാരണം അവൾ ചുമരുമേൽ ഓരോന്ന് ഒട്ടിക്കലും പിന്നെ സ്റ്റിക്കറും കാര്യങ്ങളും അലങ്കോലായപ്പോൾ അവളെ ഞാൻ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ഈ ഒരു റൂം അവൾക്ക് സെറ്റാക്കി ഒരു മേശയൊക്കെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഈ റൂമിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ എന്നോ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ആ റൂം ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ എക്സാം കഴിയട്ടെ, ബുക്കൊക്കെ ഒഴിവാക്കണ്ടേ. അപ്പോൾ പഴയ ബുക്ക് 4ാം ക്ലാസ് ബുക്കൊക്കെ ഒഴിവാക്കാമല്ലോ. അപ്പോൾ അത് കഴിയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്തിരി നോമ്പ് കഴിഞ്ഞിട്ടും അവൾ നന്നാക്കുന്ന കുസില്ല. അപ്പോൾ ഇന്ന് പിടിച്ച പിടിയാലെ ഞാനത് നന്നാക്കി വെച്ചിട്ടുണ്ട്. അവളെന്ത് ചെയ്തു, അവളെ റൂമിലുള്ള സംഭവമൊക്കെ അത് പുറത്തേക്ക് ഇട്ടിട്ട് റൂമാണ് ക്ലീൻ ചെയ്ത് അവളാണ് പോയി. പിന്നെ ഇപ്പുറം ഭാഗം ആകെ ആ റൂമിലുള്ള സംഭവമൊക്കെ പുറത്തേക്കിട്ട് ഡൈനിങ് ടേബിളുമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നാക്കുക എന്നുള്ളതാണ് പിന്നെ എൻ്റെ പരിപാടി. എനിക്കാണ് പണി കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ അവളാ നന്നാക്കിയ സമയമായപ്പോൾ മറ്റുള്ള റൂമുകളൊക്കെ ക്ലീൻ ചെയ്ത് അടിച്ചു വാരി ഇങ്ങനെ വന്നു. പിന്നെ ഇവിടെയും കൂടി ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് തൊട്ട് തട്ടിക്കുട്ടി നന്നാക്കി അവിടെ അടിച്ചു വാരി പിന്നെ തുടക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 12 മണിയൊക്കെ ആയപ്പോൾ പപ്പായ കഴിച്ചു. കാരണം രാവിലെ നമ്മൾ ബദാം മാത്രമല്ല കഴിച്ചത്. അപ്പം വിശക്കുമല്ലോ, നമ്മളിപ്പോൾ വണ്ണുണ്ട് വിചാരിച്ച് വയറുണ്ടെന്നൊക്കെ വിശക്കാതിരിക്കൂലല്ലോ അല്ലേ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ പറയുക പപ്പായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ ഒന്നെടുത്ത് കട്ട് ചെയ്ത് 2 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഞാനെടുത്ത് കട്ട് ചെയ്തു, ഞാനും ഇതുമ്മും ഒക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നീനുട്ടിക്ക് ഇഷ്ടമാണ് കേട്ടോ, പപ്പായ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, വന്നിട്ട് കഴിച്ചോളും കരുതി. അങ്ങനെയൊക്കെ അത് കഴിച്ച് വന്നതിന് ശേഷം ഞാൻ പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ അപ്പോൾ അടിച്ചു വാരലും വൃത്തിയാക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാങ്ങ് കൊടുക്കുന്ന സമയം ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പപ്പായ തീറ്റയൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് എത്തിയപ്പോൾ. അപ്പോൾ ഇന്ന് കുറച്ച് പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കി. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വഴുതനങ്ങ ഞാൻ അത് ഉപ്പേരി വെക്കാം. പിന്നെ മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്, അതും പൊരിക്കാം. പിന്നെ രാവിലെ നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട്, അതുപോലെ പൊട്ടറ്റോൻ്റെ കറിയുണ്ട്. അപ്പോൾ ഇന്ന് അതൊക്കെയാണ് എൻ്റെ ഒരു തീരുമാനങ്ങൾ. നമുക്കണ്ട് തീരുമാനിക്കുകയാണല്ലോ. അപ്പോൾ നാളെ വ്യാഴാഴ്ച ചിലപ്പോൾ ചിക്കൻ നാളെ കൊണ്ടുവരാം, എന്നാൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച പോകും, 2 ദിവസം പോകും. അപ്പോൾ ഇന്ന് മീൻ എന്നാണ്ട് എടുത്തു കിട്ടാം. അപ്പോൾ ഞാൻ വേഗം മീൻ പൊരിക്കാൻ വെച്ചിട്ട് എന്താ പറയുക വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്യാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ പള്ളിയിൽ പോയി വരുമ്പോൾ പിന്നെ സമയമൊന്നുമില്ല കേട്ടോ. ബാങ്ക് കൊടുക്കുക, പള്ളിയിൽ പോവുക, വരിക, ഫുഡ് കഴിക്കുക, ഇതാണ് മൂപ്പരുടെ ഒരു സംഭവം. അപ്പോൾ ഞാൻ ബാങ്ക് കൊടുക്കുമ്പോൾ പിന്നെ എനിക്കൊരു ടെൻഷനാണ്. കാരണം വരുമ്പോഴേക്കും ഫുഡ് കൊടുക്കുക, അതാണ് മൂപ്പർക്ക് ഇഷ്ടം. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാട്ടോ. ഞാൻ കുറച്ചുകൂടി ഒരു 10 മിനിറ്റ് കൂടി നിൽക്കുന്നു പറഞ്ഞാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ എന്നാലും എനിക്ക് ആ സമയത്താകുമ്പോഴേക്കും ആയില്ലെങ്കിൽ എനിക്കൊരു ടെൻഷനാണ്. അങ്ങനെ ഞാൻ വേഗം നമ്മുടെ എന്താ പറയുക വഴുതനങ്ങ കട്ട് ചെയ്തിട്ടുണ്ട്, മീൻ അവിടെ വറുക്കുന്നുണ്ട്. അപ്പോൾ മീൻ വറുത്ത് കഴിഞ്ഞ് വേഗം തന്നെ അവിടെ ചട്ടി വെച്ചിട്ട് വഴുതനങ്ങ ഉപ്പേരും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ബദാമും പിന്നെ ഈത്തപ്പഴമൊക്കെ കഴിച്ചു. ഉച്ചക്ക് പിന്നെ നമ്മൾ ഇടനേരം ഫ്രൂട്ട്സ് കഴിച്ചു. ഇന്ന്
നമ്മൾ വെജിറ്റബിളും കഴിക്കുന്നുണ്ട്, മീനൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, നല്ലൊരു സമീകൃത ആഹാരം എന്നൊക്കെ പറയാം. അങ്ങനെയുള്ളൊരു സംഭവമാണ്. നമ്മൾ പാൽ ചായ കുടിക്കുന്നതുകൊണ്ട് പാലും ഒക്കെ എല്ലാ രീതിയിലുള്ള ഫുഡും കുറേശ്ശെ അകത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇന്ന് ഞാൻ അങ്ങനെ കൂടുതൽ റൈസൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ചോറൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ വൈകുന്നേരം ഞാൻ ഒരു ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 4 മണിക്കല്ല, ഒരു 4:30 ഒക്കെ സമയത്ത് കേട്ടോ. കാരണം ഞാൻ 12:30ക്കാണല്ലോ പപ്പായ കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് എല്ലാവരും ഫുഡ് എന്നെ കെട്ടിയനും ഇതും ഒക്കെ കഴിച്ചപ്പോഴൊന്നും എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതൊന്നും കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കഴിച്ചത് ഒരു 3:30-4 മണി ആ സമയത്തായപ്പോൾ ഇങ്ങനെ എൻ്റെ വിശപ്പ് ഇങ്ങനെ മാടി വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വേഗം വന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വഴുതനങ്ങ ഉപ്പേരി വെച്ച് പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് സാധാ തോരനാണ് ഉണ്ടാക്കിയത്. ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു വഴുതനങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുത്ത് അതിൽ തൈരൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൈര് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെയാണ്ട് വഴുതനങ്ങ ഉപ്പേരി വെച്ചു കേട്ടോ. ഇതായി ഞാനൊരു 3:30-4 മണിയായ സമയത്താണ് പിന്നെ ഞാൻ ഈ ഫുഡ് കഴിക്കുന്നത്. നമ്മുടെ കിച്ചണൊക്കെ ക്ലീനാക്കി പാത്രം കൈകൾ കഴിഞ്ഞ് ഒരു കിടത്തൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വിശന്നപ്പോൾ കഴിച്ചതാട്ടോ. അപ്പോൾ അതാ ഒരു ദോശ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ട്, ഓർമ്മയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പകുതി കഴിച്ചപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ വേഗം വീഡിയോ എടുത്തു. അപ്പോൾ നല്ല ചൂടുണ്ട്, മുട്ട കരപ്പട പൊരിച്ചെടുത്തതാണ്. കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ബുൾസൈ ആയിട്ട് 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും ഒരു ദോശയും കുറച്ച് വഴുതനങ്ങ ഉപ്പേരിയും 2 പൊട്ടാറ്റോ ഒക്കെ എടുത്തിട്ട് ഇതാണ് ഞാൻ ഇന്നൊരു ഹെവി ആയിട്ട് കഴിച്ചിട്ടുള്ള ഫുഡ് ഇത് മാത്രമാണ്. അപ്പോൾ ഇന്നലത്തെ ആ ഒരു പിന്നെ പഴംപൊരിയുടെ ഒരു കാര്യം ഇന്ന് അങ്ങോട്ട് ശരിയാവട്ടെ എന്ന് കരുതി നാളെ നമുക്കൊന്നും കൂടി കഴിക്കാമല്ലോ. ഇന്ന് എനിക്ക് ചെറുതായിട്ടൊരു ടെൻഷൻ വിഷമമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ അത് ഇന്നലത്തെ മാതിരി ഇന്ന് ആവരുത് എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നീനൂട്ടി വന്നതിന് ശേഷമാണ് പിന്നെ ഞാനൊരു 6 മണീൻ്റെ ഉള്ളിൽ ഒരു 5:30ക്കാണ് നീനു എത്തുക കേട്ടോ. അപ്പോൾ 5:30-5:45 സമയത്താണ് ഞാൻ ചായ കുടിച്ചിട്ടുള്ളത്. അപ്പോൾ അതാ എല്ലാവരും നീനു വന്ന് ഞങ്ങളെല്ലാവർക്കും കൂടി ആ സമയം ഇപ്പോൾ അവൾ വരുന്നതുകൊണ്ട് ആ സമയത്ത് തന്നെ എല്ലാവർക്കും ചായ ഉണ്ടാക്കുക. അത് കുടിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഫുഡ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നാളത്തെ വെയിറ്റൊക്കെ നോക്കി നമ്മുടെ നാളത്തെ വീഡിയോ ആയിട്ട് നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. വെയിറ്റ് ലോസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും എനിക്ക് ചെയ്യാനുള്ള സജഷൻ ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. വെയിറ്റൊക്കെ നോക്കിയിട്ട് നാളെ വരൂ കേട്ടോ. അപ്പോൾ ബൈ.